ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ ഒരു 1/4 കപ്പ് അളവിൽ വറുത്ത കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു ചെറിയ സബോളയുടെ 1/4 ഭാഗം എടുത്തിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാത്രത്തിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല വറുത്ത റവയാണ്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വറുത്തിട്ട് ഇതുപോലെ എടുക്കാം. ഇതിലേക്ക് ഇനി ആ ഒരു ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഈ കപ്പലണ്ടിക്ക് പകരം പൊട്ടുകടല ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് സാമ്പാർ പരിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ തുവരപ്പരിപ്പ്. ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനാണ്. ഈ ഒരു പരിപ്പ് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, പിന്നെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതുപോലൊരു സ്പൂണിൽ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 സ്പൂൺ അളവിൽ കടലപ്പൊടിയാണ്. ഇതുപോലെ വലിയ സ്പൂണിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുക്കണം. അതിനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 250 ml കപ്പിൻ്റെ അളവിൽ ഒരു 1/4 കപ്പ് വെള്ളമാണ്. എന്നിട്ട് ഇത് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട്. ഇതൊന്നും കൂടി കുഴച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് പരുവം കിട്ടത്തില്ല. ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ള വെള്ളം 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളമാണ്. ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് ഏതെങ്കിലും ഒരു ഷേപ്പിൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റണം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് കയ്യിലൊന്ന് പ്രസ് ചെയ്ത് പരത്തി എടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇതിനെ റെഡിയാക്കി എടുക്കുന്നത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ടാണ് ഞാനിതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാകെ വാടിപ്പോവുകയും ചെയ്യും. അതുപോലെ എണ്ണയും കുടിക്കും, കുറച്ചൊരു ഹാർഡായി പോവുകയും ചെയ്യും. ഇത് കറക്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ടും ഉള്ളു നല്ല സോഫ്റ്റായിട്ടും പുറമേ കുറച്ച് ക്രിസ്പി ആയിട്ടുമാണ് ഇത് കിട്ടുന്നത്. ഇത് വെന്ത് വരുമ്പോൾ ഒട്ടും തന്നെ എണ്ണയും കുടിക്കില്ല. അപ്പോൾ ഇതെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റവയും കപ്പലണ്ടിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം റെഡിയായി കിട്ടി. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുറമേ നല്ല ക്രിസ്പി ആണെന്നും. അതുപോലെ ഇത് പൊട്ടിച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ എണ്ണയും കുടിച്ചിട്ടില്ല. അതും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.